സ്നേഹമുള്ളവരെ, ആവിലായിലെ അമ്മ ത്രേസ്യ ഇപ്രകാരം കുറിച്ചിട്ടുണ്ട്: വിശുദ്ധ യൗസേപ്പിതാവ് കൂടെയുണ്ടെങ്കിൽ ജീവിതം തീരാത്ത വസന്തമായി മാറും എന്ന്. ഒരുപക്ഷെ തൻ്റെ തന്നെ ജീവിതത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ സഹായവും ആ ജീവിതം നൽകിയ പ്രചോദനവും ഒരു അനുഗ്രഹമായി മാറിയതിനാലാവാം യൗസേപ്പിതാവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ ഒരു തീരാത്ത വസന്തമാണെന്ന് ആവിലായിലെ അമ്മ ത്രേസ്യ അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാവണം അമ്മ ത്രേസ്യ സ്ഥാപിച്ച മഠങ്ങൾക്കെല്ലാം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പേര് കൊടുത്തത്. തങ്ങളുടെ ജീവിതത്തിൽ എന്നും ആശ്രയിക്കാവുന്ന, അനുഗ്രഹമാകുന്ന ഒരു ആൺതുണയായിരുന്നു വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ സഹായവും പ്രചോദനവും. നാം തന്നെ പലപ്പോഴും പ്രാർത്ഥിക്കുക: ഭാഗ്യപ്പെട്ട മാർ യൗസേപ്പേ, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങയുടെ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിന് ശേഷം അങ്ങയെ സമീപിക്കുന്നു എന്ന് പറഞ്ഞാണ് നാം പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം പോലെ തന്നെ യേശുവിൻ്റെ വളർത്തുപിതാവായ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും ജീവിത മാതൃക വലിയ ഒരു പ്രചോദനമാണ്. നാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ, പ്രത്യേകിച്ച് മത്തായിയുടെയും മാർക്കോസിൻ്റെയും ലൂക്കായുടെയും സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ യേശുവിൻ്റെ ബാല്യകാല വിവരണങ്ങൾ നൽകുന്ന ആ സുവിശേഷ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ യൗസേപ്പിതാവ് നൽകുന്ന ഒരു പ്രചോദനം വളരെയേറെ പ്രാധാന്യമറിയിക്കുന്നതാണ്. നാം അവിടെയെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഒത്തിരി നിറഞ്ഞ ഒരു ജീവിതമാണ് വിശുദ്ധ യൗസേപ്പിതാവിൻ്റേത്. ഉദാഹരണമായി, തൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്ന ആ ഗ്രാമീണ കന്യക ഇതാ ഗർഭിണിയായി എന്ന് അറിയപ്പെടുന്നു. ഒരു യുവാവിൻ്റെ ആകാംക്ഷ, ഉത്കണ്ഠ, പ്രയാസം നമുക്ക് ചിന്തിക്കാൻ തീർച്ചയായും സാധിക്കും. അതേപോലെ തന്നെ ആ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയുമായി ബെത്ലഹേമിൽ ദാവീദിൻ്റെ പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഒരു സത്രത്തിലും അവർക്ക് ഇടം കിട്ടുന്നില്ല. പല വാതിലുകൾ മുട്ടിയിട്ടും അവർക്ക് വേണ്ടി ഒരു വാതിലും തുറക്കപ്പെടുന്നില്ല. ഒരു കുടുംബനാഥൻ്റെ, ഉത്തരവാദിത്വമുൾപ്പെട്ട ഒരു ഭർത്താവിൻ്റെ ആകാംക്ഷയും ഉത്കണ്ഠയും അസ്വസ്ഥതയും നാം ചിന്തിക്കണം. അങ്ങനെ കടിഞ്ഞൂൽ പുത്രന് ജന്മമേകുവാൻ ഒരു കാലിത്തൊഴുത്ത് അഭയമായി മാറുന്നു. അപ്പോഴും ഈ ഒരു മനുഷ്യൻ്റെ, ഈ ഒരു മരപ്പണിക്കാരൻ്റെ ആന്തരിക പ്രയാസങ്ങൾ, ഉള്ളിലെ ആകുലതകൾ എത്ര വലുതായിരിക്കും. ഈ ശിശുവിന് ജന്മം കൊടുത്ത അടുത്ത ദിനങ്ങളിൽ തന്നെ ഈ ശിശുവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി മാതാവുമൊത്ത് വീണ്ടും ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുക, ജെറൂസലേം ദേവാലയത്തിൽ ആ വലിയ പെരുന്നാളിൻ്റെ അവസരത്തിൽ ബാലനായ മകനെ കാണാതാകുന്നു. അപ്പോഴും ഒരു പിതാവിൻ്റെ പിതൃഹൃദയത്തിലെ ആകുലതകൾ
നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഈ അവസരത്തിലെല്ലാം ഇങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആകുലതകളും വ്യാകുലതകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ മനുഷ്യൻ, ഈ പിതാവ് എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് മൗനിയായി മാറുന്നു. അപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ നാം ആദ്യം കാണുന്ന കാര്യം ഇതാണ്: പ്രതിസന്ധികൾ ഒത്തിരിയുള്ള ജീവിതം, പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതം, ആകുലതകളും അസ്വസ്ഥതകളും നിറഞ്ഞ ജീവിതം. മറ്റൊന്ന് നാം ശ്രദ്ധിക്കുക, വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരണങ്ങളെല്ലാം കാണുക. ഇതെല്ലാം ദൈവവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഉള്ളതായിരുന്നു എന്നുള്ള ആ തുടർക്കുറിപ്പാണ്. ഉദാഹരണമായി യേശുവിൻ്റെ ജനനത്തെപ്പറ്റി വിവരിക്കുന്ന ആ ഭാഗം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ അവ സമാപിപ്പിക്കുക ഇപ്രകാരം: ഇവയെല്ലാം നടക്കുക, പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് ഇസ്യാസ് ദീർഘദർശിയുടെ ആ പ്രവചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്, ഇസ്യാസ് ദീർഘദർശിയുടെ പുസ്തകം 7-ാം അധ്യായം 14 മുതലുള്ള ആ തിരുവചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സൂചന നൽകിക്കൊണ്ടാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്രകാരം ദൈവവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ സമാന്തര സുവിശേഷങ്ങളുടെ ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാവുന്ന കാര്യമാണ്. 2-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളിൽ ഈജിപ്തിലേക്കുള്ള പാലായനത്തെ പറ്റിയുള്ള വിവരണമുണ്ട്. ആ വിവരണവും സമാപിപ്പിക്കുക ഇപ്രകാരം സുവിശേഷകൻ രേഖപ്പെടുത്തിക്കൊണ്ടാണ്: ജെറമ്യ പ്രവാചകൻ വഴി അരുൾ ചെയ്തപ്പെട്ടത് പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തൻ്റെ ഈ മകനെ, ഈ കടിഞ്ഞൂൽ പുത്രനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യേണ്ടി വരുമ്പോൾ അതും ഈ പ്രവാചകന്മാർ വഴി അരുൾ ചെയ്ത കാര്യങ്ങൾ ഈ ദൈവവചനത്തിൻ്റെ പൂർത്തീകരണമാണെന്ന് തിരിച്ചറിയുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ മകനെ ഈജിപ്തിൽ വെച്ച് തിരുനാൾ അവസരത്തിൽ കാണാതാകുമ്പോൾ അമ്മ വന്ന് പറയുക: മകനെ, നീ ഞങ്ങളോട് ഇപ്രകാരം ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ ഈ പിതാവിൻ്റെ അസ്വസ്ഥതകൾ പുറത്തൊരു വാക്കുപോലും അറിയിക്കാതെ അവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം സംഭവിക്കുക ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടെയാണ് യൗസേപ്പ് പിതാവ് ഇതെല്ലാം സ്വീകരിക്കുക. ഈ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ ഒരു ആശ്വാസം, പ്രചോദനം, സന്ദേശം പകർന്നു തരുന്നു എന്നെനിക്ക് തോന്നുകയാണ്. യൗസേപ്പ് പിതാവ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ദൈവവചനത്തിൻ്റെ പൂർത്തീകരണമാണെന്ന് തിരിച്ചറിയുകയും അതെല്ലാം സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. നമ്മുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, പ്രക്ഷുബ്ധമായ അവസ്ഥകൾ കടന്നു വരും, ആകുലതകളും അസ്വസ്ഥതകളും പലപ്പോഴും നിറഞ്ഞു നിൽക്കും. എങ്കിലും ഈ യൗസേപ്പ് പിതാവ് തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച ഈ ഒരു മനോഭാവം, ഈ ഒരു നിലപാട്, ഈ ഒരു ജീവിത ശൈലി നമുക്ക് എന്നും ഒരു പ്രചോദനമായി തന്നെ നിലകൊള്ളണം. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം
ഭാഗ്യപ്പെട്ടതായി മാറുക. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആകുലതകളും ഒക്കെ ഉണ്ടെങ്കിലും അത് ഭാഗ്യപ്പെട്ടതായി മാറുക. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ഉള്ളതാണെന്ന് തിരിച്ചറിയുമ്പോഴാണ്. ഞാനൊരു സിസ്റ്ററിൻ്റെ കാര്യം ഓർക്കുകയാണ്. ആ സിസ്റ്റർ ദീർഘകാലം ക്യാൻസർ രോഗികളെ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ടി ഏറെ ത്യാഗമെടുത്ത് ജീവിച്ച ഒരു സിസ്റ്ററാണ്. പെട്ടെന്നാണ് അവർ തിരിച്ചറിയുക അവരും ക്യാൻസർ രോഗിയായി മാറുന്നുവെന്ന്. അങ്ങനെ കലശലായ വേദന ഉണ്ടെങ്കിലും ആ സിസ്റ്റർ പറഞ്ഞത് ഇപ്രകാരമാണ്: യെസ്, ഐ ഹാവ് പെയിൻ. എനിക്ക് ഈ രോഗത്തിൻ്റെ വേദനയുണ്ട്. ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഈ സിസ്റ്റർ അപ്രകാരം പറഞ്ഞു. എന്നിട്ട് കൂട്ടിച്ചേർത്തു, എനിക്ക് ഈ വേദനയുള്ളപ്പോൾ മറ്റുള്ളവരുടെ വേദന കൂടുതൽ മനസ്സിലാക്കുവാനുള്ള അവസരമാണ്. അവർ പറഞ്ഞത്, ഐ ക്യാൻ നൗ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് their pain, so I have no suffering. അതുകൊണ്ട് എനിക്കൊരു സഹനവുമില്ല. ഈ വേദനയുണ്ടെങ്കിലും ആ വേദന ദൈവം എനിക്ക് തന്നതാണെന്നും മറ്റുള്ളവരുടെ വേദനകൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ ദൈവം തന്ന ഒരു വഴിയാണെന്നും ഞാനത് സ്വീകരിക്കുമ്പോൾ എൻ്റെ വേദനകൾ എനിക്കൊരു സഹനമാകുന്നില്ല. ഈ വേദനകൾ എന്നെ തകർക്കുന്നില്ല. ഈ വേദനകൾ എന്നെ നിരാശയിലേക്ക് നയിക്കുന്നില്ല. അങ്ങനെ പ്രത്യാശയോടുകൂടെ നോക്കിക്കാണുവാൻ, ജീവിതത്തിലെ പ്രതിസന്ധികളുടെ അവസരത്തിലും അവിടെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും തിരിച്ചറിയുവാൻ സാധിച്ചാൽ അവിടെ കൂടുതൽ അനുഗ്രഹമായി കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കണം ആവിലായിലെ അമ്മ ത്രേസ്യ പറഞ്ഞത്, യൗസേപ്പ് പിതാവ് കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിലെപ്പോഴും വസന്തകാലം ആയിരിക്കുമെന്ന്. യൗസേപ്പ് പിതാവ് തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിടുവാൻ ഇങ്ങനെ ഒരു പോസിറ്റീവ് അപ്രോച്ച്, എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടും അതേ സമയത്ത് തന്നെ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാതെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും തിരിച്ചറിഞ്ഞുകൊണ്ടും സ്വീകരിക്കുമ്പോൾ ആ ജീവിതം ഭാഗ്യപ്പെട്ടതായി മാറുന്നു. എന്നും വസന്തം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വിഖ്യാതമായ ഒരു പ്രബോധന രേഖ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പറ്റിയുണ്ട്. രക്ഷകൻ്റെ സംരക്ഷകൻ എന്നാണ് അതിൻ്റെ പേര്, റിഡംതോറിസ് കുസ്തോസ്. അതിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ജനതകളുടെ പ്രകാശം, ലൂമൻ ജെൻസിയും എന്ന പ്രബോധന രേഖയുടെ 58-ാം ഖണ്ഡിക ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പറ്റി വിവരിക്കുന്ന ഭാഗം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 35-ാം വാക്യത്തിലും ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27-ഉം 28-ാം വചനങ്ങളിലും നാം കാണുന്ന പ്രകാരം യേശുവിൻ്റെ ആ തിരുവചനം, ദൈവവചനം കേൾക്കുന്നവരും കാത്തു സൂക്ഷിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന ആ യേശുവിൻ്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് മറിയവും ഇപ്രകാരം ജീവിതത്തിൽ വചനം സ്വീകരിക്കുകയും കാത്തുസൂക്ഷിച്ചവളും ആണ്. ആ ദൈവത്തിൻ്റെ വചനം സമ്പൂർണ്ണമായി വിശ്വസിച്ചവളാണ് എന്ന് ജനതകളുടെ പ്രകാശം എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖ 58-ാം ഖണ്ഡികയിൽ വിവരിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് എലിസബത്ത് പറഞ്ഞത്, വിശ്വസിച്ചവൾ ഭാഗ്യവതി. അങ്ങനെ രക്ഷകൻ്റെ അമ്മയോട് പറഞ്ഞ ഈ വാക്കുകൾ, വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന ഈ വചനങ്ങൾ യൗസേപ്പ് പിതാവിനെ പറ്റിയും എല്ലാ വിധത്തിലും പറയുവാൻ സാധിക്കും എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ രക്ഷകൻ്റെ സംരക്ഷകൻ റിഡംതോറിസ് കുസ്തോസ് എന്ന ആ പ്രബോധന രേഖയിൽ അപ്പോസ്തലിക ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ എപ്രകാരം ഈ വചനം അനുസരിച്ച് സമ്പൂർണമായി ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചുവോ, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഭാഗ്യവതിയായി മാറിയോ, ഇതുപോലെ തന്നെ വിശുദ്ധ യൗസേപ്പ് പിതാവും ദൈവത്തിൻ്റെ ആ പദ്ധതി അനുസരിച്ച് തൻ്റെ ജീവിതം സമർപ്പിക്കുകയും
ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക വഴി ഒരു ഭാഗ്യപ്പെട്ട ജീവിതം സ്വന്തമാക്കി എന്നാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ, വിശുദ്ധനായ പാപ്പ പറയുക. കാരണം ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ ദൈവം തന്നോട് അരുൾ ചെയ്ത ആ വചനം യൗസേപ്പ് സംശയരഹിതമായി സ്വീകരിച്ചു. അതനുസരിച്ച് ജീവിതം തിരിച്ചുവിട്ടു, പ്രത്യുത്തരിച്ചു. ദൈവദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയായി മറിയത്തെ സ്വീകരിച്ചു എന്ന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അതാണ്. അങ്ങനെ ദൈവവചനം അനുസരിച്ച് തൻ്റെ ജീവിതം തിരിച്ചുവിടുകയും അത് സമ്പൂർണ്ണമായി ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതം ഭാഗ്യപൂർണമായി, പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ടെങ്കിലും ആകുലതകളും അസ്വസ്ഥതകളുമുണ്ടെങ്കിലും അതിനപ്പുറം ദൈവത്തിൻ്റെ പരിപാലനയുടെ കരം കണ്ടുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുമ്പോൾ ജീവിതം ഭാഗ്യപൂർണമായി. അതുകൊണ്ടാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെ നാം ഭാഗ്യപ്പെട്ട യൗസേപ്പെ, മാർ യൗസേപ്പെ എന്ന് നാം വിളിക്കുക. പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ കരം ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും കാണാൻ സാധിക്കുക. മറ്റൊരു കാര്യം, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വിശുദ്ധ യൗസേപ്പ് പിതാവ് ജീവിച്ച ആ ഒരു നിശബ്ദതയുടെ ജീവിത ശൈലിയാണ്. പ്രത്യേകിച്ച് നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു ബഹളത്തിൻ്റെ സംസ്കാരമായി മാറിയിരിക്കുന്നു. ഒച്ചപ്പാടും ബഹളവും സംഗീതമാണെങ്കിലും എല്ലാം ഇങ്ങനെ കൂടുതൽ സ്വരത്തിൽ ഉള്ള ഒരു ബഹളത്തിൻ്റെ സംസ്കാരത്തിലാണ് നാം ജീവിക്കുക. ഈ ഒരു അവസ്ഥയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവ് സ്വീകരിച്ച നിലപാട്, ജീവിച്ച ആ ജീവിത ശൈലി ഒരു നിശബ്ദതയുടെ, മൗനത്തിൻ്റെ ജീവിതമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ണോടിക്കുമ്പോൾ ഒരു വാക്കുപോലും സ്വന്തമായി ഉരിയാടാതെ എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ സമർപ്പിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ബെനഡിക്ട് 16-ാമൻ പാപ്പ ഈ യൗസേപ്പ് പിതാവിൻ്റെ മൗനത്തെപ്പറ്റി പറയുമ്പോൾ വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്: യൗസേപ്പിൻ്റെ മൗനം രക്ഷയുടെ വഴിയിലെ കിടാവിളക്കാണ്. യൗസേപ്പിൻ്റെ മൗനം രക്ഷയുടെ വഴിയിലെ കിടാവിളക്കാണ്. അതുകൊണ്ട് ഈ മൗനം നമുക്ക് ധ്യാന വിഷയമാക്കേണ്ടതാണ്. തീർച്ചയായും യൗസേപ്പ് പിതാവ് സ്വീകരിച്ച ഈ നിശബ്ദതയുടെ ജീവിതശൈലി, പ്രത്യേകിച്ച് ഈ ബഹളത്തിൻ്റെ സംസ്കാരത്തിൽ ജീവിക്കുന്ന നമുക്ക് പ്രധാനപ്പെട്ടതും പ്രചോദനമേകുന്നതും ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഈ യൗസേപ്പ് പിതാവിൻ്റെ മൗനത്തിൻ്റെ ജീവിതശൈലി നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം? ഒന്ന്, അത് ദൈവസ്വരം കേൾക്കാനും ഉള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ മൗനമാണ്. ഈ യൗസേപ്പ് പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ഇപ്രകാരം ഈ മൗനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ദൈവസ്വരം ശ്രവിക്കുവാൻ അദ്ദേഹത്തിന് ഒരു പശ്ചാത്തലം, സാഹചര്യം കൈവരികയാണ്. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലെ ഈ 3 ദർശനങ്ങളെപ്പറ്റിയും വിശുദ്ധ ഗ്രന്ഥത്തിൽ മാർക്കോസിൻ്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷവും ലൂക്കായുടെ സുവിശേഷവും ഒക്കെ വിവരിക്കുമ്പോൾ അദ്ദേഹം ഈ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുന്നത് നിദ്രയിലാണ്. അത് ദൈവദൂതന്മാർക്കിങ്ങനെ കാതോർത്തുകൊണ്ടുള്ള ഒരു നിദ്ര. ദൈവദൂതന്മാരുടെ വഴി ദൈവത്തിൻ്റെ വ്യക്തമായ ആ ഒരു തീരുമാനം സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു നിദ്രയാണത്. ഉണർന്നുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഹൃദയം ഇങ്ങനെ ഉണർത്തിക്കൊണ്ടുള്ള നിദ്രയാണത്. സഭാപിതാക്കന്മാർ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ വിളിക്കുക ദ ഹിഡൻ സെയിൻറ്റ് എന്നാണ്. എപ്പോഴും ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന ഒരു വിശുദ്ധൻ, യേശുവിൻ്റെ വളർത്തുപിതാവ്. എങ്കിലും
തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഞാൻ വിശ്വസ്തയോടുകൂടെ എൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഫലങ്ങളൊന്നും പ്രശംസയൊന്നും സ്വീകരിക്കാത്ത ദാസൻ, അപ്രകാരമുള്ള ഒരു മനോഭാവം, ഒരുതരം പിൻനിലാവ് പോലെ പിറകിൽ നിന്ന് പ്രകാശിക്കുന്ന, അങ്ങനെ പിന്നിൽ നിന്ന് പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സാന്ത്വനത്തിൻ്റെ പ്രകാശം കൊടുക്കുന്ന ഒരു വിശുദ്ധൻ. യൗസേപ്പ് പിതാവിൻ്റെ ആ മൗനം നമ്മെ ഓർപ്പിക്കുന്ന ഇതാണ്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിനുള്ള അവ്യക്തമായ പ്ലാനും പദ്ധതിയും തിരിച്ചറിയുവാൻ ഈ മൗനം നമ്മെ സഹായിക്കണം. രണ്ടാമതായി, യൗസേപ്പ് പിതാവിൻ്റെ മൗനം ഒരു സ്നേഹാർദ്രമായ മൗനമാണ്. പ്രത്യേകിച്ച് മറിയം തൻ്റെ പ്രതിശ്രുത വധു അറിഞ്ഞപ്പോൾ അവളെ ഒരു വിധത്തിലും അപമാനവിധേയയാക്കുവാൻ ആഗ്രഹിച്ചില്ല. അവളോടുള്ള സ്നേഹം, അതാണ് ആ മൗനത്തിൻ്റെ പിന്നിൽ നാം കാണുക. ആ മൗനത്തിൻ്റെ ആന്തരിക അർത്ഥം അനുകമ്പയും കാരുണ്യവും സാന്ത്വനവും സ്നേഹവും ഒക്കെയാണ്. അതേപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ ജെറൂസലേം ദേവാലയത്തിൽ ഈ മകനെ വേദശാസ്ത്രികളുമായി തർക്കിക്കുന്ന അവസരത്തിൽ കണ്ടുമുട്ടുമ്പോൾ അവനോടൊരു വാക്കും എതിർത്തു പറയുന്നില്ല, കയർത്ത് ചോദിക്കുന്നുമില്ല. നിന്റെ പിതാവും ഞാനും നിന്നെ ഉത്കണ്ഠയോടുകൂടെ അന്വേഷിച്ചു എന്ന് പരിശുദ്ധ കന്യകാമറിയം മകനോട് പരാതിപ്പെടുമ്പോഴും ഈ മനുഷ്യന് മൗനം മാത്രം. ആ മകനോടുള്ള പ്രതിപത്തി, മകൻ്റെ ജീവിതത്തോടുള്ള ആ സ്നേഹം, അവൻ്റെ ദൗത്യത്തോടുള്ള ആ പ്രോത്സാഹനം, അങ്ങനെ സ്നേഹാർദ്രമായ ഒരു പ്രതികരണമാണ് ഈ മൗനത്തിൻ്റെ ആന്തരിക അർത്ഥം. നമ്മുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോട്, ഭാര്യയോടും മക്കളോടും അല്ലെങ്കിൽ ഭർത്താവിനോടും പിതാവിനോടും മാതാവിനോടും ഒക്കെയുള്ള ആ പ്രതികരണത്തിൽ പെട്ടെന്ന് ചാടിക്കയറി ദേഷ്യപ്പെട്ട് വിഷമിപ്പിക്കാതെ, മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഉച്ചരിക്കാതെ, അവരുടെ ആ അവസ്ഥയും എന്തുകൊണ്ട് ഇപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന കാര്യങ്ങൾ ധ്യാനത്തോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുമ്പോൾ കുടുംബത്തിൽ എത്ര വലിയ ശാന്തതയും സമാധാനവുമാണ്. പലപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ട് ആവശ്യമില്ലാതെ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകളിലൂടെ പറയുകയും കയർക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുടുംബത്തിൻ്റെ ശാന്തത, ആ ഭവനത്തിൻ്റെ ഭദ്രത നാം അറിയാതെ നഷ്ടപ്പെടുത്തുകയാണ്. യൗസേപ്പ് പിതാവ് തരുന്ന വലിയൊരു മാതൃക അതാണ്. ഈ ഒരു ശാന്തതയുടെ, സ്നേഹത്തിൻ്റെ, മറ്റുള്ളവരോടുള്ള പരിഗണനയുടെ, പരിപാലനയുടെ, പരിലാളനയുടെ ഒരു സമീപനം സ്വീകരിക്കുവാൻ നമ്മെ ഓർപ്പിക്കുന്നു. മൂന്നാമതായി, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഈ മൗനം നമ്മെ ഓർപ്പിക്കുക ദൈവത്തിൻ്റെ മുൻപിൽ സമ്പൂർണമായ ഒരു സമർപ്പണത്തിൻ്റെ മൗനമാണ്. ദൈവം എൻ്റെ ജീവിതം നോക്കിക്കൊള്ളും. ആ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുൻപിൽ, ആ ദൈവത്തിൻ്റെ വിശുദ്ധമായ പദ്ധതിയുടെ മുൻപിൽ ഞാൻ സമർപ്പിക്കുമ്പോൾ ഞാൻ എന്തിന് ആകുലപ്പെടണം? ഞാൻ എന്തിന് അസ്വസ്ഥനാകണം? ഞാൻ എന്തിന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, നിരാശയിലേക്ക് ജീവിതം തള്ളിവിടണം? അങ്ങനെ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു മാതൃകയാണ് നൽകുക. വിശുദ്ധ യൗസേപ്പ് പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ ആ മൗനത്തിലൂടെ വാചാലമായ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് നടത്തുക, ഒരുതരം ഇവാഞ്ചലൈസേഷൻ. ഫ്രാൻസിസ് അസീസി പറഞ്ഞില്ലേ, എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവ് നമുക്ക് നൽകുന്ന ഈ മാതൃക, ഈ ഒരു പ്രചോദനം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതാണ്. പ്രഥമവും പ്രധാനവുമായി എല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നും അവിടുത്തെ വിശുദ്ധമായ പദ്ധതിയുടെ പ്ലാനിൻ്റെ ഭാഗമാണ് ജീവിതത്തിൽ അനുദിനം സംഭവിക്കുന്നതും എല്ലാമെന്നും
എന്നും പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ എന്നെ താങ്ങി നടത്തുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ബോധ്യത്തോടു കൂടെ പോകുവാൻ സാധിച്ചാൽ ജീവിതം വസന്തമായി. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമായ മൗനം, ദൈവത്തിൻ്റെ പദ്ധതിക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു നിശ്ശബ്ദത ജീവിതത്തിൽ പാലിച്ചാൽ ജീവിതം കൂടുതൽ ശാന്തമായി, പ്രശാന്തമായി. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ ഔസേപ്പ് പിതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ആ സ്നേഹത്തിൻ്റെ, തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ മാതൃക സ്വീകരിക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. തന്നെ ഏൽപ്പിച്ച ആ ജീവിത ദൗത്യം സമ്പൂർണ്ണമായി വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട്, നീതിബോധത്തോടുകൂടെ ജീവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു മാതൃക നൽകുന്നു. ഞങ്ങളുടെയും ജീവിതത്തിൽ എന്നും നീതിയോടുകൂടെ പ്രവർത്തിക്കുവാൻ, മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടെ മാത്രം വ്യാപരിക്കുവാൻ വേണ്ട കൃപ നൽകണമേ. ദൈവമേ, പരിപാലിക്കുന്ന അങ്ങേയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയുവാനും, അങ്ങയുടെ ആ പരിലാളനയുടെ കരമെന്നും ഞങ്ങളെ താങ്ങി നടത്തുന്നു എന്ന് തിരിച്ചറിയുവാനും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ജീവിതം ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുൻപിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് മൗനിയായി നിശബ്ദതയോടെ ജീവിതം നയിച്ച ഔസേപ്പ് പിതാവ് ഈ ബഹളത്തിൻ്റെ സംസ്കാരത്തിൽ നമ്മെ കൂടുതൽ പ്രചോദിപ്പിക്കട്ടെ. ജീവിതമെന്നും ശാന്തമായി മുന്നോട്ട് നയിക്കുവാൻ, ജീവിതമെന്നും പ്രശാന്തതയോടുകൂടെ നേരിടുവാൻ, അത് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുള്ളപ്പോൾ, ആകുലതയും അസ്വസ്ഥതകളുമുള്ളപ്പോഴും പ്രശാന്തതയോടെ നേരിടുവാൻ നമുക്ക് കഴിയട്ടെ. അതിന് വിശുദ്ധ ഔസേപ്പ് പിതാവ് കൂടുതൽ പ്രചോദനം നൽകട്ടെ. ആവിലായിലെ അമ്മ ത്രേസ്യ പറഞ്ഞതുപോലെ ഔസേപ്പ് പിതാവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒരു വസന്തം വിരിയിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.